എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹ്യുൻജുന്റെ അച്ഛനെയും തേയുടെ ഓഫീസിലെ സ്റ്റാഫായ ആ ഒരു ലേഡിയെയുമാണ്. അവരുടെ പേര് ബേക്ക് എന്നാണ്. ബേക്കിനോട് എവിടെ എന്റെ പ്രോമിസറി നോട്ട് എന്നെല്ലാം അയാൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല അത് എവിടെയാന്ന്, ഞാനത് തപ്പാനായി കുറെ നോക്കി പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാവുന്നത്. ഇതേ പ്രോമിസറി നോട്ട് തന്നെയാണ് തേയുടെ അച്ഛൻ വയ്യാതെ കിടന്ന ആ ഒരു മൊമെന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഹ്യുൻജുന്റെ ഈ അച്ഛൻ തിരക്കിയിരുന്നത്. ഈ പ്രോമിസറി നോട്ട് എന്നാൽ കടം വാങ്ങിയ ഒരാൾ അയാൾ കാശ് കൊടുക്കാനുള്ള ആൾക്ക് നിയമപരമായ ഒരു രേഖ നൽകുന്നതാണത്. അതിൽ രേഖാമൂലം തന്നെ പറയുന്നുണ്ട് എത്ര തുകയാണ് വായ്പയായി മേടിച്ചത്, പലിശ ഉണ്ടെങ്കിൽ അത് എത്ര പലിശ തിരിച്ചു കൊടുക്കും, തിരിച്ചു നൽകേണ്ട തുക എത്രയാണെന്ന് കൃത്യമായി മെൻഷൻ ചെയ്യും, ഏത് തീയതി എപ്പോൾ ആർക്ക് നൽകണം എന്നിങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയി കടം വാങ്ങിയതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു നോട്ടാണിത്. ഈ പറഞ്ഞ സമയത്ത് ഇതൊന്നും ചെയ്തു തീർക്കാനായി സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു ലീഗൽ ഡോക്യുമെന്റ് കൊണ്ട് ഈ കേസൊക്കെ കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇയാൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം വെച്ച് നോക്കുമ്പോൾ തേയുടെ അച്ഛന് ഹ്യുൻജുന്റെ അച്ഛൻ കാശ് കൊടുക്കാനുണ്ട്, അതിന്റെ പ്രോമിസറി നോട്ടാണ് കിട്ടാനായി ഉള്ളത്. എന്തായാലും ഇയാളാകട്ടെ ആ പ്രോമിസറി നോട്ട് തേയുടെ കമ്പനിയിൽ നിന്ന് കൈക്കലാക്കാനായി ഈ ബേക്കിനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ചിരുന്നു. പക്ഷെ അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയം ഇയാൾ ഓഫർ ചെയ്ത കാശ് വാങ്ങി കമ്പനിയിൽ നിന്ന് പ്രോമിസറി നോട്ട് കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായി ബേക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്ന് ഓഫീസിൽ നിന്ന് എന്തോ ഒരു പന്തികേട് തോന്നി തേ നേരെ വീട്ടിലേക്ക് ചെന്നിരുന്നു. അങ്ങനെ അമ്മയോട് അവനിരുന്ന് സംസാരിക്കുന്ന ടീം ഓഫീസിൽ ഇപ്പൊ അവൻ ഡോക്യുമെന്റ്സ് ഒക്കെ തപ്പിയ ടീം അച്ഛന്റെ പഴയ ഒരു ഫോട്ടോ കിട്ടിയിരുന്നു, അത് അമ്മയെ കാണിക്കുകയാണ്. അത് അമ്മയെ വളരെ ഇമോഷണൽ ആക്കുന്നുണ്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ അച്ഛനെടുത്ത ഫോട്ടോ ആണിതെന്നും പറഞ്ഞ് അമ്മ അത് ഹാപ്പിയായി നോക്കിയിരിക്കുമ്പോൾ കമ്പനി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അച്ഛനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ അലട്ടിയതായി മറ്റോ അമ്മയ്ക്ക് അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചൂണ്ടിക്കാണിക്കാനായി അമ്മയ്ക്കും അറിയില്ല. എന്തായാലും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നുന്നവൻ അടുത്ത ദിവസം ഓഫീസിൽ എല്ലാവരും ഫ്രീ ആയി ആ ഒരു ബ്രേക്ക് ടൈമിൽ ഒന്നിച്ച് ഫുഡ് കഴിച്ച ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, പറ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അക്കൗണ്ട് ബുക്കോ മറ്റോ മിസ്സായതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിവുണ്ടോ എന്ന്. ഈ ടൈം ഇവരുടെ കൂട്ടത്തിൽ ബേക്കും വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹ്യുൻജുന്റെ അച്ഛൻ ബേക്കിനെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ പ്രോമിസറി നോട്ട് കണ്ടെത്തി കൊടുക്കുന്നതിനെ പറ്റി. ആക്ച്വലി അത് കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ ഇവരെന്തായാലും അത് കണ്ടെത്തി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് മേടിച്ചല്ലേ, എന്നിട്ടും അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ കൊച്ചിനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് എന്തെങ്കിലും രീതിയിൽ അത് കണ്ടെത്താൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കി വന്നപ്പോഴാണ് തേ എന്തെങ്കിലുമൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ മിസ്സായതിനെ പറ്റി അറിയാമെന്നെല്ലാം ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഉടനെ അവർ വേഗം തന്നെ അങ്ങനെ ഒന്നും മിസ്സായിട്ടൊന്നും ഇല്ലാന്ന് അവിടെ പറയുകയും കൂടെ ഉള്ളവരെ കൊണ്ട് അവർക്ക് ഡൗട്ട് വന്നാത്ത രീതിയിൽ പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ചെറിയ ചെറിയ ഡീല് ചെയ്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും വലിയൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് വല്ലതും കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടേ അങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് എങ്ങനെ ഒപ്പിക്കാം എന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് പഠിക്കാനായി ഒരു ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനായി പോകുന്നവന് അവിടെ നടക്കുന്ന ഒരു മീറ്റിംഗ് കേൾക്കാനായി സാധിക്കുന്നുണ്ട്. ആ സമയം അവിടെ പുതിയതായി തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റിനെ പറ്റിയാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നത്. പ്രോജക്റ്റിന് വേണ്ടി അവർക്ക് കുറച്ച് വെൻഡേഴ്സിന് ആവശ്യമുണ്ട്. പക്ഷെ ഓൾറെഡി അതിനുള്ള ആളുകളൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞു. തന്റെ കമ്പനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല എന്നതാണ് അവിടെ നിന്ന് തേ അറിയുന്നത്. പക്ഷെ അവൻ അതിനെപ്പറ്റി തിരിച്ച് ഓഫീസിലേക്ക് എത്തി ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഗവൺമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമാവുക എന്നതൊന്നും നമ്മളെ പോലെ ഒരു ചെറിയ കമ്പനിക്ക് പറ്റുന്ന കാര്യമല്ല. ഓൾറെഡി അവിടെ ആളുകളെയൊക്കെ അവർ സെലക്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളിനി അതിനുവേണ്ടി സമയം കളയണമെന്നെല്ലാം ഗോ പറയുന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ആഫ്രിക്കയിൽ സ്കൂളും ഹോസ്പിറ്റലും മറ്റും തുടങ്ങാനായിട്ടുള്ള സാധനങ്ങളാണ് കൊറിയയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വെൻഡേഴ്സിനാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കി. ഒരുവിധം എല്ലാ പ്രോഡക്ട്സും അവർ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാൻഡ് ഗ്ലൗസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അതിന് വേണ്ട വെൻഡേഴ്സിനെ അവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നൊരു ലൂപ്പ് ഹോൾ എനിക്ക് കണ്ടെത്താനായി സാധിച്ചു. അപ്പോൾ നമുക്കത് ആഫ്രിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വെൻഡേഴ്സ് ആയാൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നെല്ലാം തേ പറയുമ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോജക്ട് ഏറ്റെടുത്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന കാര്യത്തെ പറ്റി ഗോ സംസാരിക്കുമ്പോൾ ഓൾറെഡി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഇതുപോലെ ഗവൺമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളിപ്പോ ഈ കമ്പനി ഇങ്ങനെ പ്രശ്നത്തിലായണൊക്കെ ഇവിടുന്ന് പോയി തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അയാൾ അപ്രോച്ച് ചെയ്യുന്നതിനെ പറ്റി തേയോട് പറയുന്നുണ്ട്. തേ അങ്ങനെ സിയോന്റെ കൂടെ അയാളെ കാണാനായി പോകുന്നുണ്ടെങ്കിലും അയാളായിട്ട് ഇവരോടൊന്നും ആദ്യം മിണ്ടാനൊന്നും തയ്യാറാവുന്നില്ല. തേ അയാളോട് മിണ്ടാനൊക്കെ കുറെ കഷ്ടപ്പെടുന്നത് കാണുന്ന സിയോൺ എന്തുകൊണ്ടാ തേക്ക് ഗവൺമെന്റ് പ്രോജക്ട് നടത്തണമെന്ന് ഇത്രയ്ക്ക് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ തട്ടിമുട്ടിയും എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, എന്തെങ്കിലും വലുതായി ചെയ്താൽ അത് വളരെ നന്നായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഒരു അവസാന കച്ചിത്തുരുമ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതെന്നും അവൻ പറയുന്നു. എന്തായാലും ആദ്യം ഇവരെ റിജക്ട് ചെയ്തെങ്കിലും ആ സ്റ്റാഫ് പിന്നീട് തിരിച്ചെത്തുകയും ഇവർ ആദ്യം നൽകിയ പ്രപ്പോസൽ റിജക്ട് ആയി എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് അതിൽ കാരണം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടെ അതിന് അപ്ലൈ ചെയ്യാനായി പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് കിട്ടും. കാരണം ഒന്നില്ലെങ്കിൽ ചെയ്ത് പരിചയമുള്ള ഒരാൾ തന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം തേക്ക് വരുന്നുണ്ട്. അന്നകട്ടെ സ്റ്റാഫ്സ് എല്ലാം ഓഫീസിൽ നിന്ന് പോയി കുറെ കഴിഞ്ഞും തേ അവിടെ തന്നെ നിൽക്കാണ്. അപ്പോഴേക്കും മിസ് ബേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നു. തേ പോയില്ലായിരുന്നോ? പോയി ഞാൻ കരുതിയിരുന്നത്
ചെയ്യുന്നതെന്ന് അവർ പറയുമ്പോൾ തേക്ക് അവരുടെ വർത്തമാനത്തിൽ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം തേ പോയി എന്ന് വിചാരിച്ചാണ് അവർ തിരിച്ചിപ്പോ ഓഫീസിലേക്ക് വന്നതെങ്കിൽ അത് എന്തിനായിരിക്കും, എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്നതാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അവരാകട്ടെ മരിക്കുന്നതിന് മുന്നേ തേയുടെ അച്ഛൻ തേക്ക് എന്തെങ്കിലും ഡോക്യുമെന്റോ കാശോ വല്ലോ നൽകിയിരുന്നോ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കാശാക്കി മാറ്റാൻ പറ്റുന്ന ഡോക്യുമെന്റ് വല്ലോ നൽകിയിരുന്നോ എന്നൊക്കെ അവരെടുത്തിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും തന്നില്ല എന്ന് തേ പറയുമ്പോൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് അവർ വീണ്ടും പറയുന്നു. ഇല്ല, ഒന്നും തന്നിട്ടില്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ച് പറയുമ്പോൾ ശരിയാന്ന് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവർ പോകാനായി ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും തപ്പാണോ, എന്തെങ്കിലും അന്വേഷിക്കുകയാണോ നിങ്ങളെന്ന് ഒരു ഡൗട്ടോട് കൂടി തേ അവരോട് ചോദിക്കുന്ന ടീം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം സിയോന്റെ കൂടെ തേ ആ ഗവൺമെന്റ് പ്രോജക്റ്റിന് വേണ്ടിയുള്ള പ്രപ്പോസൽ നൽകാനായി പോകുന്നുണ്ട്. ഗ്ലൗസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ കൊട്ടേഷൻ ഒക്കെയാണ് അവർ കൊടുക്കാനായി പോകുന്നത്. ഇതേ ടീം അവിടേക്ക് മറ്റൊരു കാര്യത്തിനെത്തുന്ന ഹ്യുൻജുൻ തേ അവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനോട് മത്സരിച്ച് അവനെ ഇത്തവണെങ്കിലും തോൽപ്പിക്കണമെന്ന് ഉറപ്പിച്ച് അവിടെ ഇവരും ഗ്ലൗസ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന എന്ന രീതിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അപ്പൊ പിന്നെ വേറെ വഴിയില്ല, ഒരേ സാധനത്തിന് ഒരേ ടൈം ഇതുപോലെ 2 കൊട്ടേഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ഗ്ലൗസിന്റെയും ബാക്കി കാര്യങ്ങളുടെയും ഒക്കെ ഗുണനിലവാരം ഒക്കെ പരിശോധിച്ച് നിങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഈ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് മറ്റെന്തെങ്കിലും ഐറ്റം ആക്കി മാറ്റണമെന്ന് അവർ പറയുമ്പോൾ ഓൾറെഡി തേ ഇതിനായിട്ടാണ് വന്നത്. ഹ്യുൻജുനാണ് തേയുടെ ഐഡിയ കോപ്പി അടിച്ചത്. അതുകൊണ്ട് തേ പിന്മാറേണ്ട കാര്യമില്ല, ഹ്യുൻജുനും വാശിയിൽ പിന്മാറുന്നുമില്ല. തുടർന്ന് ശരി, നിങ്ങൾ കൊണ്ടുവന്ന ശേഷം നിങ്ങളുടെ ആരുടെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഇതേ ടീം അച്ഛനോട് ചോദിക്കാതെയാണ് ഹ്യുൻജുൻ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്ന ഹ്യുൻജുന്റെ കൂടെ വന്നിരുന്ന അവന്റെ അച്ഛൻ്റെ ഒരു സ്റ്റാഫ് ഇത് ശരിയാവോ എന്നൊക്കെ ആകെ ടെൻഷൻ ആകുമ്പോൾ നിങ്ങൾ ഇത് ടെൻഷൻ ആവണ്ട, ഇതെന്റെ അച്ഛനോട് പറയാൻ വേണ്ട, കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് വലിയ അഹങ്കാരത്തിലും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവർ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള അവരുടെ ചില പ്രപ്പോസൽസ് ഒക്കെ തയ്യാറാക്കുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ മാറ്റർ എഴുതി വരുമ്പോഴേക്കും പക്ഷെ പ്രിന്റ് എടുക്കാനായി നോക്കുമ്പോൾ പ്രിന്റർ കംപ്ലൈന്റ് ആയി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ടെൻഷൻ ആകുമ്പോഴേക്കും ഇവരിപ്പോ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി തിരിച്ചു വിളിച്ചോണ്ട് വന്ന ആളില്ലേ ലിൻ, അയാളാണ് കറക്റ്റ് ഇതൊക്കെ കൈപ്പടയിൽ എഴുതി കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിൽ അച്ചടിക്കുന്നതിനേക്കാൾ അത്രയും മനോഹരമായി തന്നെ അയാൾ അത് കൈപ്പടയിൽ എഴുതി കൊടുത്ത് പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഹാപ്പി ആവുന്നു. കാരണം പ്രിന്റർ ഒക്കെ റെഡിയാക്കി ഇത് എപ്പോ റെഡിയാക്കി ഇത് രാവിലെ സബ്മിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇയാൾ വന്നുകൊണ്ട് ഭാഗ്യത്തിന് പ്രിന്റ് എടുക്കുന്നതിനേക്കാൾ മനോഹരമായി അവർക്കത് തയ്യാറാക്കാനായി സാധിച്ചു. അങ്ങനെ അന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്ത് ആകെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചെല്ലാവരും പുറത്ത് ഭക്ഷണം കഴിക്കാനായി പോകുന്നു. അതിനുശേഷം എല്ലാവരും ബൈ പറഞ്ഞ് പിരിയുമ്പോൾ തേയും സിയോണും മാത്രമാണ് ഇപ്പൊ അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്നത്. ഈ സമയം മുന്നേടയ്ക്ക് സിയോൺ പറഞ്ഞിരുന്നു തേയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവൾക്ക് ഇപ്പൊ കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ടതുകൊണ്ട് ഇതുമായി മിക്സ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ മനസ്സിൽ ചിന്തിക്കരുതെന്ന്. പക്ഷെ അതിനെപ്പറ്റി ഒത്തിരി ആലോചിച്ചിട്ടും എനിക്കതങ്ങനെ മാറ്റി വെക്കാനായി സാധിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ആരെന്ത് വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ സിയോൺ വീണ്ടും മിഴിച്ചു നിൽക്കുകയാണ്. ഇവൻ കമ്പനിയുടെ സിഒയും അവളവിടുത്തെ ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇപ്പോൾ കൂടെയുള്ള മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെ എന്ത് വിചാരിക്കും എന്നൊക്കെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് സിയോണിനുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേയും സിയോണും ഓഫീസിൽ ബാക്കി സ്റ്റാഫ്സിനോട് ഡിസ്കസ് ചെയ്യാണ്. ഇവരുടെ പ്രപ്പോസലിൽ ആ ഒരു ഗ്ലൗസിന് ഇവർ മാനുഫാക്ചറർ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എത്ര രൂപ ലാഭം വെച്ച് അത് എത്ര രൂപയ്ക്ക് ഇവർ വിൽക്കണമെന്ന ആ ഒരു ഫൈനൽ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന്. എന്തായാലും ഇവരിപ്പോ കോമ്പീറ്റ് ചെയ്യുന്ന ഹ്യുൻജുനും ഒരേ മാനുഫാക്ചറർ കയ്യിൽ നിന്ന് ഗ്ലൗസ് വാങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം അവിടെ ഒരൊറ്റ മാനുഫാക്ചറേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഒരേ റേറ്റിനായിരിക്കും ഗ്ലൗസ് കിട്ടുക. ആ ഗ്ലൗസിലാണ് ഇവർ ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം ഇവർ പ്രപ്പോസലിൽ പറയുന്ന കാര്യങ്ങളും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ ഇവരിൽ ആരെ സെലക്ട് ചെയ്യണം എന്നത് ആ ഒരു ഒഫീഷ്യലിൽ തീരുമാനിക്കൂ. അതുകൊണ്ട് തന്നെ ഹ്യുൻജുൻ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഇവർ കൺസിഡർ ചെയ്താൽ ഇവർക്ക് ആ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹ്യുൻജുനെ സംബന്ധിച്ച് അവന്റേത് വലിയ കമ്പനിയാണ്, വലിയ വെയർ ഹൗസും ആവശ്യത്തിന് സ്റ്റാഫ്സും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ട വണ്ടിയും കാര്യങ്ങളും എല്ലാം അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് ചെറിയൊരു തുക മാത്രം ലാഭം വെക്കുക എന്നത് ബാക്കി ചെലവുകൾ അവന് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു വെയർ ഹൗസ് ഇല്ല, ആവശ്യത്തിന് വണ്ടികളൊന്നും തന്നെ ഇല്ല, ആവശ്യത്തിന് സ്റ്റാഫ്സ് ഇല്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവർക്ക് ഒത്തിരി പണിയാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്ത് ഹ്യുൻജുന്റെ പ്രപ്പോസൽ തന്നെയാണ് സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്നെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില സ്റ്റാഫ്സ് പറയുന്നത് തേയെ ഭയങ്കര അപ്സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ തേ ആട്ടെ എങ്ങനെ വില കുറച്ച ഒരു ഗ്ലൗസ് ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ആ ഒരു പ്രപ്പോസലിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നെല്ലാം അവനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ വാങ്ങാനായി പോകുന്ന കമ്പനി ഉണ്ടല്ലോ ഗ്ലൗസ്, ആ ഒരു കമ്പനി ആക്ച്വലി മലേഷ്യയിലുള്ള ഒരു കമ്പനി എന്നാണ് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുത്തി അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മലേഷ്യൻ കമ്പനി അപ്രോച്ച് ചെയ്താൽ ഇവർ ഇവിടെ നിന്ന് വാങ്ങുന്ന ആ ഒരു കമ്പനി നൽകുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഇവർക്ക് അവിടെ നിന്ന് ഗ്ലൗസ് എത്തിക്കാൻ സാധിക്കുമെന്ന് ഒരു ഐഡിയ തേ പറയുന്നുണ്ട്. പക്ഷെ ഇവരിൽ ഒരാൾ നേരിട്ട് ആ ഒരു മലേഷ്യൻ കമ്പനിയുടെ അടുത്ത് പോയി സംസാരിച്ച കാര്യങ്ങൾ സെറ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ചുമതല ഒരു സ്റ്റാഫിനെ തേ ഏൽപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സ്റ്റാഫിന് സിയോണിന്റെ മേലിൽ ഒരു കണ്ണുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തേക്ക് വല്ലാത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് പ്രത്യേകമായി അവനെ എത്ര ദൂരത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി തേ പറഞ്ഞു വിടുന്നത്. ഇതേ ടീം ഓൾറെഡി ഹ്യുൻജുന്റെ അച്ഛൻ ഹ്യുൻജുൻ ഇങ്ങനെ അവർ എക്സ്പോർട്ട് ചെയ്യാനിരുന്ന ഐറ്റം മാറ്റി തേയുമായിട്ടുള്ള കോമ്പറ്റീഷന് പുറത്ത് ഗ്ലൗസ് ആണ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നതറിയാതെ ഓൾറെഡി ഇവർ തീരുമാനിച്ചിരുന്ന പ്രോഡക്റ്റ് ആയ ജ്യൂസ് ഒക്കെ ഇവരുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹ്യുൻജുൻ ഇതുവരെ അച്ഛനോട് അവൻ ഈ ഐറ്റം മാറ്റിയ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് അവൻ കരുതുന്നത്. അതായത് ജ്യൂസ് അല്ലേ, അത് വേറെ ഏതെങ്കിലും കമ്പനിയുടെ തലയിൽ കെട്ടിവെക്കാം, എന്തായാലും ഗ്ലൗസ് എക്സ്പോർട്ട് ചെയ്ത് തേയെ തോപ്പിക്കുക എന്നതിൽ താൻ പിന്നോട്ടില്ല എന്ന് തന്നെ അവൻ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഓഫീസിൽ പോയി ആ ഒരു
ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇതുവരെ ആ ഒരു മലേഷ്യൻ കമ്പനിയുടെ അടുത്തേക്ക് വിട്ട സ്റ്റാഫ് ഇതുവരെ വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. എത്ര രൂപയ്ക്ക് അവർക്ക് ഗ്ലൗസ് കിട്ടും, എത്ര മാർജിൻ ഇടണം എന്നത് അവർക്ക് അപ്പോഴല്ലേ തീരുമാനിക്കാൻ സാധിക്കും. ആ ഒരു ടെൻഷനിൽ ഇവർ ഇരിക്കുമ്പോഴേക്കും ആ സ്റ്റാഫ് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച കണക്കല്ല, ആ കമ്പനി ഇവിടെ ഗ്ലൗസിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിർത്തി, തൽക്കാലം അവരത് ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഉണ്ടാക്കിയ ഗ്ലൗസ് എല്ലാം വിറ്റ് തീർത്തോ, അതോ വല്ലതും ബാക്കിയുണ്ടോ അവർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് ചോദിച്ചു പറയാനേ പറഞ്ഞു ഇവർ സംസാരിക്കുമ്പോഴേക്കും കോൾ കട്ടാവുന്നുണ്ട്. പക്ഷെ ഓഫീസിൽ പോകേണ്ട സമയമാവുന്നു. തുടർന്ന് ഇവർ ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിലും കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും ആ പോയിരിക്കുന്ന സ്റ്റാഫ് വിളിച്ച് പറയാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഇവരാകെ ടെൻഷനിലാണ്. ഹ്യുൻജുൻ അവിടെ ഓൾറെഡി എത്തിയിരിപ്പുണ്ട്. അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഒരു 15 നിമിഷത്തെ ടൈമാണ് ആ ഒരു ഒഫീഷ്യൽ നൽകുന്നത്. അതിനോടകം ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും ആപ്ലിക്കേഷൻ നോക്കി അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് അവർ പറയുമ്പോഴേക്കും ഹ്യുൻജുൻ ഓൾറെഡി അതൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിലും തേ അപ്പോഴും തന്റെ സ്റ്റാഫ് വിളിച്ചില്ലല്ലോ, എന്തിപ്പോ ഇതിനകത്തിടും, എത്ര രൂപ മാർജിൻ ഇടും, എത്ര രൂപയ്ക്ക് ഗ്ലൗസ് തങ്ങൾക്ക് കിട്ടും, എത്ര രൂപയ്ക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ ആകെ ടെൻഷനിൽ ആലോചിക്കുകയാണ്. അങ്ങനെ ആ ടെൻഷനിൽ തേ എപ്പോ കോള് വരുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും എന്താണോ താനൊന്നും എഴുതാത്തത്, പേടിച്ചു പോയോ, പേടിച്ചെങ്കിൽ പിന്മാറിക്കോ, എന്തായാലും നീ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും എനിക്ക് തന്നെ ഇത് കിട്ടത്തുള്ളൂ, ഞാനേ ജയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തേയെ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് ഹ്യുൻജുൻ. എന്തായാലും അപ്പോഴേക്കും ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒരുവിധം സ്റ്റാഫ് ഇവരെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ വിളിച്ചല്ല, ഫാക്സ് അയച്ചാണ് അറിയിക്കുന്നത്. തുടർന്ന് അയാൾ അയച്ചു കൊടുത്ത കോഡ് വായിച്ച് പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്ലൗസിന്റെ പ്രൈസ് മാർജിനും ഒക്കെ ഫിക്സ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അത് ടൈം അപ്പ് ആവുന്നതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യാനായി തേക്ക് സാധിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ ഒരു കമ്പനി ഇപ്പോൾ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചെങ്കിലും അവർ ലാസ്റ്റായി തയ്യാറാക്കിയ കെട്ടുകണക്കിന് ഗ്ലൗസുകൾ വിറ്റുപോകാതെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ഗ്ലൗസുകളെ സംബന്ധിച്ചുള്ള റേറ്റും കാര്യങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ തേ എഴുതി നൽകിയിരിക്കുന്നത്. അങ്ങനെ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന സമാധാനം ഉണ്ടെങ്കിലും ഇനിയിപ്പോ അതിലും വലിയ നെഞ്ചെടുപ്പാണ് അവരെ കാത്തിരിക്കുന്നത്. സബ്മിറ്റ് ചെയ്ത തേയാണോ അതോ ഹ്യുൻജുനെ ആണോ അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ലല്ലോ. അങ്ങനെ ആ ഒഫീഷ്യൽസ് ആ ഒരു പ്രപ്പോസൽസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതിനുശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യാനായി വരുമ്പോൾ തേയും ഹ്യുൻജുനും ഭയങ്കര ആവലാതിയിൽ കാത്തിരിക്കുകയാണ്. ആരെയായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നതെന്ന് ഒരു ഡൗട്ടും നമുക്കില്ല, തേയെ തന്നെയാണ്. അത് കേട്ട് ഹ്യുൻജുൻ ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും ഈ പ്രപ്പോസൽസ് നിങ്ങൾ തന്നെ എഴുതി നൽകിയതല്ലേ, ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ തന്നെ ഇത് പരിശോധിക്കുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ ഹ്യുൻജുൻ എഴുതി നൽകിയതിനേക്കാൾ കുറഞ്ഞ തുകയാണ് തേ അതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേക്കാണ് ആ ഒരു പ്രപ്പോസലും കിട്ടിയിരിക്കുന്നത്. തേയെ തോൽപ്പിക്കാനായി ഇത് ചെയ്ത് ഹ്യുൻജുൻ ഇപ്പോൾ ഓൾറെഡി അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായി വാങ്ങിച്ചു വെച്ചിരുന്ന ആ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പുതുതായി എക്സ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്ലൗസുകളും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.